നമസ്കാരം. MS മീഡിയ 4 ന്യൂസിലേക്ക് സ്വാഗതം. ജനുവരി 20 സംഘടിപ്പിക്കുന്ന മനുഷ്യച്ചങ്ങലയുടെ പ്രചരണാർത്ഥം DYFI ചെമ്മാണിയോട് മേഖലാ കമ്മിറ്റി വേങ്ങൂർ മുതൽ ഉച്ചാരക്കടവ് വരെ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. ജാഥ DYFI ജില്ലാ കമ്മിറ്റി അംഗം ഷിജിൽ ഉദ്ഘാടനം ചെയ്തു. DYFIയുടെ ആഭിമുഖ്യത്തിൽ ഈ കേരളത്തിലെ ആകെ ബഹുജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 25 ലക്ഷത്തോളം വരുന്ന ബഹുജനങ്ങളെ ആകെ അണിനിരത്തിക്കൊണ്ട് ഇനിയും സഹിക്കണമോ ഈ കേന്ദ്ര അവഗണന എന്ന ഏറ്റവും കാലിക പ്രസക്തമായ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മനുഷ്യച്ചങ്ങല സംഘടിപ്പിക്കുകയാണ്. ഏറ്റവും സുപ്രധാനമായിട്ടുള്ള 3 മുദ്രാവാക്യങ്ങളാണ് ഈ മനുഷ്യച്ചങ്ങളുടെ ഭാഗമായി DYFI ഉയർത്തിപ്പിടിക്കുന്നത്. കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന സാമ്പത്തികമായിട്ടുള്ള ഉപരോധം, അതുപോലെ തന്നെ തൊഴിലില്ലായ്മ, ട്രെയിൻ യാത്രാ ദുരിതം തുടങ്ങിയിട്ടുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഈ നാട്ടിലെ ഈ ഇന്ത്യയിലെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 3 പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ ജാഥ, ഈ മനുഷ്യച്ചങ്ങല സംഘടിപ്പിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ നാട് വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ മതനിരപേക്ഷത, ജനാധിപത്യം, ഭരണഘടനയെല്ലാം വലിയ പ്രതിസന്ധിയിലായിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കാണുകയുണ്ടായി. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് തൊഴിലില്ലായ്മ എന്ന് പറയുന്നത്. അസീം പ്രേംജി യൂണിവേഴ്സിറ്റിയുടെ ഒരു കണക്ക് പ്രകാരം ഇന്ത്യയിലെ തൊഴിലില്ലായ്മ നിരക്ക് എന്ന് പറയുന്നത് 8.4% വർദ്ധിച്ചിരിക്കുകയാണ്. അത് ഗ്രാമീണ മേഖലയിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ 9.5% വളർന്നിട്ടുണ്ട് എന്നുള്ളത് കാണാൻ വേണ്ടി കഴിയും. ഒരു കാർഷിക മേഖലയിൽ തൊഴിലെടുത്താൽ പോലും അതൊരു തൊഴിലായി കണക്കാക്കപ്പെടുന്നു എന്നുള്ളതാണ് അസീം പ്രേംജി യൂണിവേഴ്സിറ്റി നടത്തിയ കണക്കിന്റെ പ്രകാരം. ജാഥയിൽ മേഖലാ പ്രസിഡന്റ് ശ്രീജിത്ത് ക്യാപ്റ്റനായും മേഖലാ കമ്മിറ്റി അംഗം രേഷ്മ വൈസ് ക്യാപ്റ്റനായും മേഖലാ ട്രഷറർ ഫാസിൽ ജാഥ മാനേജറായും പ്രവർത്തിച്ചു. വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം P. രാമചന്ദ്രൻ, LC സെന്റർ അംഗങ്ങളായ തുളസീദാസ്, സുധാകരൻ, DYFI മേഖലാ സെക്രട്ടറി വിനോദ്, മേഖലാ കമ്മിറ്റി അംഗങ്ങളായ റിയാസ്, വിഷ്ണു, നിഷാന്ത് ആദർശ്, ശ്യാംജിത്ത്, കൃഷ്ണപ്രസാദ്, നിതിൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെമ്മാണിയോട്.